الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇനി സൂറത്ത് യൂനുസിലെ 16-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو شاء الله ما تلوته عليكم ولا أدراكم به فقد لبثت فيكم عمرا من قبله أفلا تعقلون. ഖുൽ നബി അങ്ങ് പറയുക, ലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ, മാ തലൗതുഹു, ഞാൻ ഇതിനെ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയില്ല, ഓതി കേൾപ്പിക്കുകയില്ല, അലൈക്കും, നിങ്ങളുടെ മേൽ. വല അദുറാക്കും ബി, അവൻ അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയില്ല. ഫഖദ് ലബിസ്തു ഫീക്കും, ഞാൻ നിങ്ങളിൽ താമസിച്ചിട്ടുണ്ട്, ഉമുറൻ, വർഷങ്ങളോളം, ഒരുപാട് കാലം. മിൻ ഖബലിഹി, ഇതിന് മുമ്പ്, ഈ നുബുവത്ത്, ഈ പ്രവാചകത്വം ഖുർആനുമായി വരുന്നതിന് മുമ്പ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഒന്നുകൂടെ അർത്ഥം പറയാം. ഖുൽ നബി അങ്ങ് പറയുക, ലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ, മാ തലൗതുഹു, ഞാൻ അതിനെ ഓതി കേൾപ്പിക്കുകയില്ല, അലൈക്കും, നിങ്ങളുടെ മേൽ. വല അദ്റാക്കും ബി, അവൻ അല്ലാഹു അതിനെ അറിയിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഫഖദ് ലബിസ്തു ഫീക്കും, ഞാൻ നിങ്ങളിൽ താമസിച്ചിട്ടുണ്ട്, ഉമുറൻ, ദീർഘകാലം. ഉമുറൻ ആയുസ് എന്ന് അർത്ഥമുണ്ടല്ലോ. മിൻ ഖബലിഹി, ഇതിന് മുമ്പ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആൻ അല്ലാഹുവിൻ്റേതാണ്, എൻ്റേതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായ വിധത്തിൽ അവരെ അറിയിക്കുകയാണ്. അവർ പറഞ്ഞല്ലോ, ഇത് നിൻ്റെ വകയാണ്, നിൻ്റേതാണെന്ന് ഞങ്ങൾക്കറിയാം. ആയതിനാൽ ഒന്നുകിൽ ഈ ഖുർആൻ മാറ്റി വേറൊരു ഖുർആൻ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിന് ഞങ്ങളുടെ ആചാരങ്ങൾക്കും ഞങ്ങളുടെ പാരമ്പര്യങ്ങൾക്കുമൊക്കെ പിന്തുണ നൽകുന്ന വിധത്തിൽ അല്പം ഭേദഗതിയൊക്കെ ആവാം, എങ്കിൽ ഞങ്ങളുമുണ്ട് നിൻ്റെ കൂടെ എന്നവർ പറയുകയാണ്. അത് പറഞ്ഞപ്പോൾ, ഈ ഖുർആൻ എൻ്റെ വകയല്ല, ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ്, എൻ്റെ വകയായി ഇതിൽ മാറ്റം വരുത്താൻ എനിക്ക് അവകാശമില്ല, അധികാരമില്ല എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് അള്ളാഹു എനിക്ക് വഹീ നൽകിയത് പ്രകാരം ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അധികാരമുള്ളവനല്ല ഞാൻ എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. ഇവിടെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അന്തസ്സോടുകൂടി, വളരെ മാന്യതയോടുകൂടി, വളരെ സഹിഷ്ണുതയോടുകൂടി അവരെ കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാതെ ഖുർആനിനെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് വാളെടുക്കുകയല്ല, അതിന് വൈകാരികമായി പ്രതികരിക്കുകയുമല്ല. വളരെ വിചാരത്തോടുകൂടി മനസ്സിൽ പതിയുന്ന വിധത്തിൽ മാന്യമായി അദ്ദേഹം കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത് പറഞ്ഞത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇത് നിങ്ങളെ കേൾപ്പിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അവൻ എനിക്ക് വഹീ നൽകി, അതിലൂടെ ഈ ഖുർആൻ എനിക്ക് ലഭിച്ചു, അത് നിങ്ങളെ കേൾപ്പിക്കണം, അറിയിക്കണം എന്നവൻ എന്നോട് നിർദ്ദേശിച്ചു, ഞാനത് അപ്പടി സ്വീകരിക്കുന്നു, അല്ലാതെ എൻ്റെ വകയായിട്ടുള്ളതൊന്നുമല്ല ഇത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ മറുപടി. ഖുൽ ലൗ ഷാ അല്ലാഹു, അള്ളാഹുവിൻ്റെ മശീഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അള്ളാഹുവിൻ്റെ പ്രകൃതിപരമായ കാര്യങ്ങളുടെ നിയന്ത്രണമാണ് മശീഅത്ത്. അവൻ്റെ ഉദ്ദേശ്യം നമ്മൾ അർത്ഥം പറയും. ഷാ അ, ഇൻഷാ അ, മാ ഷാ അ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ വാക്കാണ്. ലൗ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ തലൗതുഹു, തല യത്ലു, തിലാവത്ത്,
തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ പാരായണം. ഉത്തുലു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ്. ഞാൻ നിങ്ങൾക്കത് ഓതി കേൾപ്പിച്ച് തരുമായിരുന്നില്ല. അപ്പോൾ ഈ ഖുർആൻ ഓതി കേൾപ്പിക്കുന്നത് എൻ്റെ ഉദ്ദേശപ്രകാരം, എൻ്റെ താല്പര്യപ്രകാരം, എൻ്റെ ഇഷ്ടപ്രകാരം 40 വയസ്സായിട്ട് ഞാനൊരു പുതുവഴി തിരഞ്ഞെടുത്തതൊന്നുമല്ല, എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ചതാണ്. പിന്നെ വല അതുറാക്കും ബിഹി, ദറ എതിരി, അത് ദറ എതിരി പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. അതുറാന്നാകുമ്പോൾ അറിയിച്ചു എന്നാവും. നമ്മൾ സാധാരണ പറയാറുണ്ട് ലാതിരി, നമ്മൾ പറയുന്നൊരു വാക്കാണ്. എനിക്കറിയില്ല എന്നുള്ളതിന് ലാതിരി, എനിക്കറിയില്ല, അതാണ് അതുറ. ദറാറിന അറിഞ്ഞു, എതിരി അറിയുന്നു, അതിരി ഞാൻ അറിയുന്നു. അതുറ എന്നാകുമ്പോൾ അറിയിച്ചു. വല അതുറ അവൻ നിങ്ങളെ അറിയിക്കുകയുമില്ലക്കും നിങ്ങളെ. അപ്പോൾ അള്ളാഹുവിൻ്റെ മശീയത്ത് പ്രകാരം അവൻ നിങ്ങളെ അറിയിക്കുന്നത് എന്നിലൂടെയാണ്. ഞാനപ്പടി ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. ഇപ്പം ഖുർആനെ ആളുകൾ വിമർശിക്കും, ഖുർആനെ ആളുകൾ ആക്ഷേപിക്കും. ഇത് മുസ്ലിമീങ്ങളുടെ രചനയാണ്, മുസ്ലിമീങ്ങളുടെ ഗൂഢാലോചനയാണ്, മുഹമ്മദ് നബിയുടെ വകയാണ് എന്നൊക്കെ ആളുകൾക്ക് പറയാം. അതിന് നമ്മൾ വികാരത്തോടു കൂടി എടുത്തു ചാടുകയല്ല വേണ്ടത്. വളരെ വിചാരത്തോടു കൂടി, സഹിഷ്ണുതയോടുകൂടി മാന്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. എന്നിട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടം. അവർക്ക് സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്, സ്വീകരിക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് നബി അതിന് തെളിവ് കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 40 കൊല്ലം ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചിട്ടുണ്ട്. ഫഖദ് ലബിസ്തു ഫീക്കും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചു. ലബിസ കഴിഞ്ഞുകൂടി താമസിച്ചു എന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മുൻ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ആദ്യകാല ജീവിതം 40 വയസ്സ് വരെ നിങ്ങളുടെ മുമ്പിൽ തുറന്ന പുസ്തകമായിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങളിൽ ഏറ്റവും വിശ്വസ്തനാണെന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നതാണ്. അൽ അമീൻ എന്ന് നിങ്ങൾ വിളിച്ചതാണ് എന്നെ. എനിക്ക് പേരിട്ടതൊന്നുമല്ല. എന്തേ നിങ്ങൾ അങ്ങനെ വിളിക്കാനുള്ള കാരണം? നിങ്ങൾക്ക് എന്നെ അറിയാം. അദ്ദേഹം കച്ചവടത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവടത്തിന് പോയിട്ടുണ്ട്. ആ കച്ചവടത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും അദ്ദേഹത്തിൻ്റെ മാന്യതയും ഉപഭോക്താക്കളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപാടൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയ ആളുകൾ ഖദീജ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ അതിനു വേണ്ടി മാത്രം ഒരു ഭൃത്യനെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരവിടുത്തെ രാജാത്തിയാണെന്ന്. മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനൊന്നും നബിയായിട്ടില്ല. മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ തൻ്റെ വലിയ മുതലുമായി കച്ചവടത്തിന് പറഞ്ഞയക്കുമ്പോൾ മുഹമ്മദ് നബി ആളുകളുമായി എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നിരീക്ഷിക്കാൻ ഒരാളെപ്പോലും ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ധനാഢ്യയായ കച്ചവടക്കാരി പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മാന്യമായ വിധത്തിൽ, സത്യസന്ധമായ വിധത്തിലാണ് അദ്ദേഹം ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് വലിയ കച്ചവടം നടന്നു, വലിയ ലാഭം കിട്ടി. ഇതൊക്കെയാണ് ഖദീജ ബീവിയെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കാനുള്ള കാരണം. അപ്പോൾ ഇത് അവരുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം മറ്റൊരു സംഭവം നമുക്കറിയാലോ, കഅബയുടെ പുനർനിർമ്മാണം. ഖുറൈശികൾ കഅബ ഒരിക്കൽ പുനർനിർമ്മിക്കുമ്പോൾ അവരെ കയ്യിൽ ഹലാലായ പൈസ മുഴുവനാക്കാൻ തികഞ്ഞില്ല. കഅബ നിർമ്മാണത്തുക അതിൽ അടിത്തറമ പടുത്തുയർത്തുകയാണ്, വെള്ളപ്പൊക്കത്തിൽ അത് കേടുവന്നിട്ട്. അപ്പോൾ ഹലാലായ അനുവദനീയമായ പൈസ കൊണ്ട് അവർ നിർമ്മിച്ചു കഅബ. പക്ഷേ കുറച്ച് ഭാഗം കുറച്ചുകൂടി നീട്ടിയെടുക്കാണ്ടായിരുന്നു. ഇന്ന് പോയവർക്കൊക്കെ അറിയാം, ഹിജർ എന്നൊരു പ്രദേശം അപ്പുറത്തുണ്ട്. ഹിജർ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ അല്ലേ, വൃത്താകൃതിയിൽ ഒരു പകുതി, വട്ടത്തിൻ്റെ പകുതി. അതെന്താണെന്ന് വെച്ചാൽ കഅബൻ്റെ ഉള്ളിൽപ്പെട്ട ഭാഗം. അതുകൊണ്ട് ആ കഅബ തവാഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തവാഫ് ചെയ്ത മുഴുവനാലാറിന് കഅബൻ്റെ പുറത്തുകൂടി തവാഫ് ചെയ്യണം. അപ്പോൾ അതുപോലെ ഒഴിച്ചിട്ടത് എന്തിനാ? ഓരോരുത്തുള്ള പൈസ മുഴുവനാക്കാൻ തേക്കില്ല. അപ്പോൾ അത് അവരവിടെ ഒഴിച്ചിട്ടു. അതിൽ പ്രത്യേകിച്ച് പുണ്യങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഭയങ്കര തിരക്കുണ്ട്. അത് പലപ്പോഴും ഒരു അടച്ചിടലാണ്, വലിയ തിരക്ക് വരുമ്പോൾ. എന്നാലും തുറക്കുമ്പോൾ കഅബൻ്റെ ഉള്ളിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയൊരു സുന്നത്തായിരുന്നു. റസൂൽ ഒരിക്കൽ നിസ്കരിച്ചിട്ടുണ്ട്. എപ്പോഴും റസൂൽ കഅബൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. കഅബൻ്റെ പുറത്ത് കഅബക്ക് തിരിഞ്ഞ് നിസ്കരിക്കലാണ്. കഅബൻ്റെ ഉള്ളിൽ കയറിയാലും 4 ഭാഗത്തേക്കും തിരിഞ്ഞ് നിസ്കരിക്കും. അപ്പോൾ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചെയ്തതാണ്, ഒരു പുണ്യമായി പഠിപ്പിക്കപ്പെട്ടതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അതൊന്നും കൂടെ നോക്കാം. പിന്നെ അപ്പോൾ അത് ഹിജർ ആ ഭാഗം അവർ ഒഴിച്ചിട്ട് എന്തിനാ? അത്രയും കൂടി നീട്ടിയെടുത്താൽ പണി മുഴുവനാക്കാനുള്ള കാശ് തികയില്ല. അന്നും അവരുടെ ഉള്ളിൽ ഒരു വലിയ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം അവരുടെ ഉള്ളിലുണ്ട്. എന്താണ്? ഹറാമായ പൈസ കൊണ്ട് ഇത് ഉണ്ടാക്കിക്കൂടാ. എന്നുവെച്ചാൽ കള്ള് കച്ചവടത്തിലൂടെയോ
പലിശയിലൂടെയൊക്കെ കിട്ടിയ പൈസ അവരുടെ കയ്യിലുണ്ട്. അവരപ്പോഴും ഇബ്രാഹിം നബിൻ്റെ ദീനില്ല എന്ന് പറയുന്ന കൂട്ടരാണല്ലോ. എന്നിട്ട് ആ ഭാഗം അവർ ഒഴിച്ചിട്ടു. എന്നിട്ട് കഅബ നിർമ്മിച്ച് അതിൻ്റെ കഅബയുടെ ഹജറുൽ അസ്വദ് പുറത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നുള്ള ഹജറുൽ അസ്വദ് ആയിരുന്നില്ല അന്ന്. ഇന്ന് ഹജറുൽ അസ്വദ് പൊട്ടിപ്പിളർന്ന 6-7 ഈത്തപ്പഴൻ്റെ കുരുവിൻ്റെ അത്രയൊക്കെയുള്ളൂ ചെറിയ കഷ്ണം. വലിയ കഷ്ണം ഒരു ഈത്തപ്പഴത്തിൻ്റെ കുറച്ചുകൂടി വലിപ്പമുണ്ടായിരുന്നു ആ കല്ല്. അത് പിന്നെ വെള്ളപ്പൊക്കത്തിൽ തകരാറായതാണ്. ആളുകളത് കട്ടുകൊണ്ടുപോകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ കഅബ പുനർനിർമ്മിച്ച് കഅബ ഹജറുൽ അസ്വദ് അത് വെക്കേണ്ട സ്ഥാനത്തെത്തിയപ്പോൾ ഖുറൈശികൾ തമ്മിൽ തന്നെ തിരക്കായി, അറബികൾ തമ്മിൽ തിരക്കൂടി, ഞങ്ങൾ വെക്കണം, ഞങ്ങൾ അങ്ങനെ കുടുംബ മഹിമ, ഗോത്രമഹിമ. അപ്പോൾ അവർ പിന്നെ ഒടുവിൽ നമ്മൾ ഇതിൻ്റെ പേരിൽ തല്ലുകൂടണ്ട, അതൊരു പുണ്യകർമ്മമാണ്. ആരാണ് ഈ വഴിക്ക് ഈ കഅബത്തിൻ്റെ അടുത്തേക്ക് ഇനി ആരാണ് പുതുതായിട്ട് വരുന്നത് നോക്കാം, അദ്ദേഹത്തെ കൊണ്ടത് എടുത്തെത്തിക്കാം. എന്നാൽ നമ്മളാരും ആവണ്ട. അപ്പോൾ അതാ വരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അല്ലമീൻ മുഹമ്മദ് നബി ആയിട്ടില്ല. ഇനി അതിൻ്റെ അപ്പുറമേക്ക് വേറെ ആരും തിരയേണ്ടതില്ല. മക്കയിൽ അത്ര സത്യസന്ധനായ അത്ര നല്ലവനായ വേറൊരു ചെറുപ്പക്കാരൻ വേറെ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ വളരെ നയതന്ത്രതയോട് കൂടി അദ്ദേഹം പറഞ്ഞു, ഒരു മുണ്ട് വിരിക്കും. ആ മുണ്ടാണ് വിരിച്ചു. ഒരു കല്ലയക്ക് വെക്കി. ഇനി എല്ലാവരും മുണ്ടിൻ്റെ 4 മൂലക്കിലും പിടിച്ചോളി, എല്ലാ മൂലക്കിലും പിടിച്ചോളി, എല്ലാവരും കൂടിയാണ് എടുത്തു വെക്കുക. എന്നിട്ട് എന്തൊരു തന്ത്രമാണത്! എല്ലാവർക്കും അംഗീകാരം കൊടുക്കണം അദ്ദേഹം. എല്ലാവരും അംഗീകരിക്കാൻ ആരും അവഗണിക്കണില്ല. അപ്പോൾ ആ മുണ്ട് വിരിച്ചിക്കാണ്ട് അയക്ക് കല്ല് എടുത്ത് വെച്ച് കിടന്ന് എല്ലാവരും പിടിച്ചോളിട്ടോ. എല്ലാവരും പിടിച്ചോ. വെക്കേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ആ സ്ഥാനത്തേക്ക് അതെല്ലാം എടുത്ത് വെച്ചു. കണ്ടോ, എന്തൊരു ഹിക്മത്താണ്, എന്തൊരു തന്ത്രജ്ഞതയാണ്! സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളാണ് ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്. നിങ്ങൾ ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ ഇന്ന് അംഗീകരിക്കാതിരിക്കാൻ കാരണം എന്താണ്? അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ടല്ലോ. അത് എൻ്റെ ജീവിതം, എൻ്റെ പരസ്യ ജീവിതം, എൻ്റെ രഹസ്യ ജീവിതം ഒക്കെ നിങ്ങൾക്കറിയാം. ഞാൻ ഉമ്മിയാണെന്നൊന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങളിത് അംഗീകരിക്കാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഇതുവരെ കളവ് അറിയാത്ത ഞാൻ ഇപ്പോൾ 40 വയസ്സായിട്ട് ഏതായാലും കളവ് പറയും നിങ്ങൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ വഹയ്യ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുന്നു. അള്ളാഹു നിങ്ങളെ അറിയിക്കാൻ അത് ഏൽപ്പിച്ചതാണ്. അതാണ് വല അതുറാക്കും ബിഹി, അവൻ നിങ്ങളെ അറിയിക്കുകയുമില്ല. അതൊക്കെ അവൻ്റെ മശീഅത്ത് പ്രകാരം നടക്കുന്നതാണ്. ഫഖദ് ലബിസ്തു ഫീക്കും ഉമുറൻ, കുറേ കാലം ഞാൻ ഉമുറ് ആയുസ് എന്ന് ഓർത്തത്, മിൻ ഖബ്ലിഹി, മുമ്പ് തന്നെയും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ആവശ്യമായ ന്യായങ്ങളൊക്കെ എൻ്റെ മുൻകാല ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ചോദിക്കുക, നിങ്ങൾക്ക് അഖലില്ലേ? ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പം ചിന്തിക്കുന്നവർക്ക് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലം മുതൽക്ക് വഹ്യ് കിട്ടുന്നത് വരേക്കുമുള്ള ജീവിതവും ഒരത്ഭുതമാണ്. ആ പ്രായത്തിൽ ചെറുപ്പമുറ്റി നിൽക്കുമ്പോൾ കളവ് പറയും എന്തെങ്കിലുമൊക്കെ. പക്ഷെ അദ്ദേഹം പറഞ്ഞതായിട്ടോ ആർക്കും അറിയില്ല. മാന്യത വിട്ട് അദ്ദേഹം പെരുമാറിയിട്ടില്ല. അദ്ദേഹം ആരെയും ചതിച്ചിട്ടില്ല. അന്യായമായിട്ടുള്ള ഒരു പ്രവർത്തനം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരുപടി തിന്മകളുണ്ട്, അതിലൊന്നിലും അദ്ദേഹം പെട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളത് ഉൾക്കൊള്ളുന്നില്ല എന്നാണ്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഞാൻ ഒന്നുകൂടി അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുൽ നബിയെ, അങ്ങ് അവരോട് പറയണം, ലൗ ഷാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ തലൗത്തുഹു അലൈക്കും, ഞാനിത് നിങ്ങളെ ഓതി കേൾപ്പിക്കുമായിരുന്നില്ല, തിലാവത്ത് ചെയ്ത് കേൾപ്പിക്കുമായിരുന്നില്ല. വലാ അദ്റാക്കും, അവൻ അള്ളാഹു ബിഹി, ഈ ഖുർആൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഫഖദ് ലബിസ്തു ഫീക്കും, ഞാൻ നിങ്ങളിൽ താമസിച്ചിട്ടുണ്ടല്ലോ. ഉമുറൻ, ഒരുപാട് കാലം. ഈ വിഷയം അബൂ സുഫിയാൻ നബിൻ്റെ ഏറ്റവും വലിയ ശത്രു അല്ലേ? ഏറ്റവും വലിയ ശത്രു, ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ ശത്രു, ഹിജ്റ 8-ാം വർഷം വരെ റളിയല്ലാഹു അൻഹു, അവിടുന്ന് അങ്ങോട്ട് റളിയല്ലാഹു അൻഹു, അതുവരെ കൊടിയ ശത്രുവാണ്. അബൂ സുഫിയാനും ഹിർക്കൽ, റോമാ രാജാവായിരുന്ന ഹിർക്കലും തമ്മിലൊരു സംഭാഷണം നടക്കുന്നുണ്ട്. അബൂ സുഫിയാൻ ആ ഭാഗത്തേക്ക് കച്ചവടത്തിന് പോയപ്പോൾ ഹിർക്കൽ രാജാവ് അദ്ദേഹത്തെയും സംഘത്തെയും വിളിച്ചു വരുത്തിയിട്ട് മുഹമ്മദ് നബിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട്, അബൂ സുഫിയാൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യമായ കുടുംബത്തിൽ പറഞ്ഞവനാണ്. അദ്ദേഹം ഇതുവരെ ആരോടും കളവ് പറഞ്ഞിട്ടില്ല. ഞങ്ങളും അവരും തമ്മിൽ ചിലപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരു ജയിക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും. പിന്നെ
അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടായിരുന്നോ? ഇല്ല, രാജാക്കന്മാരാരും ഇല്ല. ഉണ്ടെങ്കിൽ അത് നേടാൻ വേണ്ടിയുള്ള പണി അത് അറിയാമായിരുന്നു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഏകദൈവ വിശ്വാസം പറയുന്നു, ഞങ്ങൾ തമ്മിൽ സ്നേഹം വേണമെന്ന് പറയുന്നു, കുടുംബ ബന്ധം ഉണ്ടാകണമെന്ന് പറയുന്നു, ദൈവത്തിൽ ആരെയും പങ്കു ചേർക്കരുതെന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഇതാ പറയണത്. ഇത് പ്രവാചകന്മാർ പറയണത് തന്നെ. അവിടുത്തെ പ്രമാണിമാരാണോ സാധാരണക്കാരാണോ അദ്ദേഹത്തെ പിന്തുടർന്നത്? സാധാരണക്കാരാണ്. അത് നബിമാരൊക്കെ അങ്ങനെ തന്നെ. പ്രമാണിമാർ ആദ്യം വിശ്വസിക്കാറില്ല, സാധാരണക്കാരാണ് ആദ്യം വിശ്വസിക്കുക. പ്രമാണിമാർക്ക് പലതും നഷ്ടപ്പെടാണ്ടാവും, സാധാരണക്കാർക്ക് അങ്ങനെ ആലോചിക്കേണ്ടതില്ല. ഇങ്ങനെ പറഞ്ഞിക്കാണ്ട് ഹിർക്കൽ പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ വകയല്ല, അദ്ദേഹം നബിയാണെന്നുള്ളതിന് ഇതൊക്കെ തന്നെ തെളിവാന്ന് പറയും. ആരാ പറഞ്ഞ? അബൂ സുഫിയാൻ, നബിൻ്റെ 1-ാം നമ്പർ ശത്രു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹിർക്കൽ രാജാവിനോട് വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫഖദ് ലബിസ്തു ഫീക്കും ഉമുറൻ മിൻ ഖബ്ലി, മുമ്പ് തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ കുറേ കാലം താമസിച്ചിട്ടുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു ഉദ്ദേശിച്ചത് പ്രകാരം മനസ്സിലാക്കി ജീവിക്കാൻ അവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.